അടുത്തത് നമുക്ക് ഈ ഫണ്ടമെന്റൽ ഫോഴ്സസിന്റെ ഒരു കമ്പാരിസൺ നടത്തി നോക്കാം. ഏതാണ് വീക്ക്, ഏതാണ് സ്ട്രോങ് എന്നൊക്കെ അറിയണ്ടേ? അപ്പം അതിന് വേണ്ടി ഏറ്റവും വീക്കസ്റ്റ് ഫോഴ്സ് ഏതാ? ഗ്രാവിറ്റേഷണലിലെ. അപ്പം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് ഏറ്റവും വീക്ക്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് ടു, അടുത്ത ഇത് കഴിഞ്ഞ് ഇതിനേക്കാളും വലിയ ഫോഴ്സാണ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. അടുത്ത് ഇതിനേക്കാളും വലുതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. അതിനേക്കാളും വലുതാണ് ഏത്? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. അപ്പോൾ ഞാനിവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് ടു വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ഈസ് ടു ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ഈസ് ടു സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. എടുത്താൽ 1 ഈസ് ടു 10⁻25 ഈസ് ടു 10⁻36 ഈസ് ടു 10⁻38 എന്ന് കിട്ടും. ഓർത്ത് വെച്ചോണം. ഇതേതാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് 1 ന്യൂട്ടൺ ആണെങ്കിൽ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത് 10⁻25 ന്യൂട്ടൺ ആയിരിക്കും. മീനിങ് ആണ്. ഇനി അടുത്ത് അപ്പൊ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ 10⁻25 ടൈംസ് ആണ് ഏത്? വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് 1 ന്യൂട്ടൺ ആണെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എത്ര ആയിരിക്കും? 10⁻36 ന്യൂട്ടൺ ആയിരിക്കും. അടുത്ത എന്താണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് 1 ന്യൂട്ടൺ ആണെങ്കിൽ അടുത്ത സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എത്ര ആയിരിക്കും? 10⁻38 ന്യൂട്ടൺ ആയിരിക്കും. ഇനി അപ്പൊ ഇങ്ങനെ ഈ റേഷ്യോ ഓർത്ത് വെച്ചോണം. അപ്പോഴേ ഈ രണ്ടാമത്തെ ഏതാണ്? വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് അല്ലേ? ഇതിന്റെ എത്ര ടൈംസ് ആണ് ഇലക്ട്രോ മാഗ്നറ്റിക് എന്ന് നിങ്ങൾ പറയൂ. ഇതിന്റെ എത്ര ടൈംസ് ആണ് ഇത്? ഇതിന് എത്ര കൊണ്ട് ഇൻറ്റു ചെയ്താൽ ഇത് വരും? 10⁻11 കൊണ്ട് ഇൻറ്റു ചെയ്താൽ പോരെ? ഇൻറ്റു ചെയ്താൽ ഇത് കിട്ടും. ഇനി ഇതിന്റെ എത്ര ടൈംസ് ആണ് ഇതെന്ന് പറയൂ. ഇതിന് എത്ര കൊണ്ട് ഇൻറ്റു ചെയ്താൽ ഇത് കിട്ടും? 10² ടൈംസ് അല്ലേ? ഇനി ഇതിന്റെ എത്ര ടൈംസ് ആണ് ഇതെന്ന് പറയൂ. ഇതിന് എത്ര കൊണ്ട് ഇൻറ്റു ചെയ്താൽ ഇത് കിട്ടും? 10⁻13 അല്ലേ? അപ്പൊ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ പറയണം. അപ്പോ ചോദിക്കും റൈറ്റ് ദ റേഷ്യോ ഓഫ് ഡിഫറെന്റ് ഫണ്ടമെന്റൽ ഫോഴ്സസ് ഇൻ നേച്ചർ. ഏതൊക്കെയാണ്? ഫസ്റ്റ് ഗ്രാവിറ്റേഷൻ, ഫസ്റ്റ് ലാസ്റ്റ് നമുക്കറിയാം. വീക്കസ്റ്റ് ഗ്രാവിറ്റേഷണൽ, ലാസ്റ്റ് സ്ട്രോങ്ങസ്റ്റ്. ഏതാണ്? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. എന്താണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, അടുത്ത് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, അടുത്ത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, അടുത്ത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. അപ്പൊ റേഷ്യോ ചോദിച്ചാൽ റൈറ്റ് ദ റേഷ്യോ ഓഫ് ഡിഫറെന്റ് ഫണ്ടമെന്റൽ ഫോഴ്സസ് ഇൻ നേച്ചർ ചോദിച്ചാൽ എങ്ങനെ എഴുതും? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് ടു ഇലക്ട്രോ ഏതാണ്? വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ഈസ് ടു ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ഈസ് ടു സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ഈസ് ഈക്വൽ ടു 1 ഈസ് ടു 10⁻25 ഈസ് ടു 10⁻36 ഈസ് ടു 10⁻38. മനസ്സിലായോ? അപ്പോൾ ഒന്നും കൂടെ. അപ്പോൾ എങ്ങനെയാണ്? ഇപ്പൊ ഫിസിക്സ് പഠിപ്പിക്കുന്ന താടിക്കാരന്റെ പേരെന്താണ്? കാട്ടാളിനെ പോലെ ഇരിക്കുന്ന താടിക്കാരന്റെ പേരെന്താണ്? ഗോകുമാർ അല്ലേ? അപ്പൊ ഗോപകുമാർ, ഗോകുമാറിന്റെ ജി. അടുത്ത് വർക്സ്, വർക്സ് എഫക്റ്റീവ്ലി ആൻഡ് സിൻസിയർലി എന്നൊക്കെ ഓർത്ത് വെച്ചേക്കുക. ഓക്കെ. അപ്പൊ ജി ഫോർ ഗോകുമാർ അല്ല, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. വർക്സ് എന്നാണ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. അടുത്ത് ഇ ഫോർ എഫക്റ്റീവ്ലി അല്ല, എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. അടുത്ത് സിൻസിയർലി അല്ല, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. അപ്പൊ ഇങ്ങനെ ഈ ഓർഡറിൽ ഓർത്ത് വയ്ക്കണം. അപ്പൊ ഓർക്കുക റൈറ്റ് ദ റേഷ്യോ ഓഫ് ഡിഫറെന്റ് ഫണ്ടമെന്റൽ ഫോഴ്സസ് ഇൻ നേച്ചർ എന്ന് ചോദിച്ചാൽ നിങ്ങൾ വെറുതെ ഈ റേഷ്യോ മാത്രം എഴുതിയിട്ട് കാര്യമില്ല. എഴുതുമ്പോൾ ഇങ്ങനെ തന്നെ എഴുതണം. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് ടു വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ഈസ് ടു ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ഈസ് ടു സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ഈസ് ഈക്വൽ ടു 1 ഈസ് ടു 10⁻25 ഈസ് ടു 10⁻36 ഈസ് ടു 10⁻38. ഓക്കെ. ഇനി നിങ്ങളുടെ നോട്ടിനകത്ത് ഇതിന്റെ സ്പെഷ്യാലിറ്റീസ് അങ്ങനെ കുറെ സംഭവങ്ങൾ കിടപ്പുണ്ട്. അത് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. ഞാൻ എല്ലാം പറഞ്ഞതാണ്. നിങ്ങളുടെ അടുത്ത് ചോദിക്കും കമ്പയർ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. ഞാൻ ഒരു എക്സാമ്പിൾ പറയാണ്, നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. എന്താണ് കമ്പയർ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്? നിങ്ങൾ പറയൂ. കമ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ സിമിലാരിറ്റീസും പറയണം, ഡിസിമിലാരിറ്റീസും പറയണം. ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സും പറ. ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സും. സിമിലാരിറ്റീസ് പറയൂ. ബോത്ത് ആർ സെൻട്രൽ ഫോഴ്സസ്, ശരിയല്ലേ? ബോത്ത് ആർ കൺസർവേറ്റീവ് ഫോഴ്സസ്. പിന്നെ അടുത്ത് ബോത്ത് ആർ ലോങ് റേഞ്ച്, ശരിയല്ലേ? ബോത്ത് ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ്, ശരിയല്ലേ? അപ്പൊ ബോത്ത് ആർ ഇൻവേഴ്സ് സ്ക്വയർ ഫോഴ്സസ്. ബോത്ത് ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് എന്ന് രണ്ടിലും ഉണ്ട്. അപ്പൊ ബോത്ത് ആർ ഇൻവേഴ്സ് സ്ക്വയർ ഫോഴ്സസ്. ഇനി അടുത്തെന്താണ്?
ബോത്ത് ക്യാൻ വർക്ക് ഇൻ വാക്വം. രണ്ട് ഫോഴ്സിനും വാക്വം വഴി ആക്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആയാലും ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ആയാലും എവിടെ ആക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്? ചാൻസ് ഉണ്ടെന്നല്ല, ആക്ട് ചെയ്യും. വാക്വത്തിലും ആക്ട് ചെയ്യും. ഓക്കെ, അപ്പം രണ്ട് ബോഡീസ് വാക്വത്തിൽ വെച്ചാലും അവർ തമ്മിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സും വരാം, പിന്നെ അതും വരാം, നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സും വരാം. അപ്പം നമ്മുടെ സൺ എവിടെ ഇരിക്കുന്നത്? സ്പേസിലല്ലേ. ആ സ്പേസ് ഇരിക്കുന്ന സൺ നമ്മൾ അട്രാക്ട് ചെയ്യുന്നില്ലേ? അപ്പോൾ വാക്വം വഴി ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുള്ളതിൻ്റെ എവിഡൻസ് ആണ്. അപ്പോൾ ബോത്ത് ക്യാൻ ആക്ട് ഇൻ വാക്വം. ഇനി ഡിഫറൻസസ് പറയുക. ഡിഫറൻസസ് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഒരു ഡിഫറൻസ് പറയാം. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് വീക്ക്. പിന്നെ അടുത്ത ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ഈസ് സ്ട്രോങ്ങർ ദാൻ ദാറ്റ്. പിന്നെ എന്ത് പറയാം? പിന്നെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ മീഡിയം. ബോഡീസ് എവിടെ ഇരുന്നാലും ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ആൻസർ സെയിം ആണ്. അപ്പൊ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് രണ്ട് ബോഡീസ് ഇപ്പൊ വെള്ളത്തിലിട്ടാലും എയറിൽ വെച്ചാലും രണ്ടും തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് സെയിം ആണ്. പക്ഷേ രണ്ട് ചാർജസിനെ എയറിൽ വയ്ക്കുമ്പോൾ ഉള്ള ഫോഴ്സ് അല്ല വാട്ടറിൽ എടുത്തിട്ടാൽ. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ മീഡിയം, ബട്ട് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ മീഡിയം. അപ്പം അതാണ് ഒരു ഡിഫറൻസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇനി അപ്പോൾ ഓർത്ത് വയ്ക്കൂ എന്തൊക്കെയാണ്. പിന്നെ ഒരു ഡിഫറൻസ് കൂടെ നിങ്ങൾക്ക് പറയാം. എന്താണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്? എന്താവാം? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് ഓൺലി അട്രാക്റ്റീവ്. ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് മേ ബി അട്രാക്റ്റീവ് ഓർ റിപ്പൽസീവ്. അതൊക്കെ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന കേസുകളാണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഒന്ന് ചോദിക്കാം, പറയൂ. സിമിലാരിറ്റീസ് എന്ന് പറഞ്ഞേ. ബോത്ത് ആർ കൺസർവേറ്റീവ്. ഗ്രാവിറ്റേഷണൽ ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റിക് ആണ് ഞാൻ പറയുന്നത്. ബോത്ത് ആർ കൺസർവേറ്റീവ്, ബോത്ത് ആർ സെൻട്രൽ, പിന്നെ ബോത്ത് ആർ പറഞ്ഞോ, രണ്ടെണ്ണം പറഞ്ഞു. സെൻട്രൽ ഫോഴ്സസ്, കൺസർവേറ്റീവ് ഫോഴ്സസ്, പിന്നെ ബോത്ത് ആർ ലോങ് റേഞ്ച്, ബോത്ത് ആർ ഇൻവേഴ്സ് സ്ക്വയർ ഫോഴ്സസ്, പിന്നെന്തോ പറഞ്ഞല്ലോ, ബോത്ത് ക്യാൻ ആക്ട് ഇൻ വാക്വം. ഇനി ഡിഫറൻസസ് പറയൂ. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് ആൾവേസ് അട്രാക്റ്റീവ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് മേ ബി അട്രാക്റ്റീവ് ഓർ റിപ്പൽസീവ്. പിന്നെ gravitational force does not depend on medium where the bodies are kept, but electrostatic force depends on medium where the charged bodies are kept. Okay, then പിന്നെ ഒരെണ്ണം കൂടെ പറയാമല്ലോ. Gravitational force is always attractive, the other one may be attractive or repulsive. പിന്നെ gravitational force is weak, electrostatic force is greater. Okay, അടുത്തൊരു സെക്ഷനാണ്. നിങ്ങൾ ക്വാർക്ക് എന്ന് കേട്ടിട്ടുണ്ടോ? ക്വാർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോട്ടോൺസ് ഇല്ലേ, പ്രോട്ടോൺ ആയാലും ന്യൂട്രോൺ ആയാലും അതുകളെക്കാളും ചെറിയ ഒരു പാർട്ടിക്കിൾ വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് പറയുന്നത്. ആ പാർട്ടിക്കിളിന്റെ പേരാണ് ക്വാർക്ക്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ക്വാർക്ക് മെയിനായിട്ട് രണ്ട് ടൈപ്പ് ഉണ്ട്. അപ്പ് ക്വാർക്കും ഉണ്ട്, ഡൗൺ ക്വാർക്കും ഉണ്ട്. ക്വാർക്ക് മെയിനായിട്ട് എത്ര ടൈപ്പാണ്? വേറെയുണ്ട്. ഇപ്പം മെയിനായിട്ട് അപ്പ് ക്വാർക്കും ഡൗൺ ക്വാർക്കും. അപ്പ് ക്വാർക്കിനെ ഞാൻ യു എന്ന് റെപ്രസെന്റ് ചെയ്യും, ഡൗൺ ക്വാർക്കിനെ ഡി എന്ന് റെപ്രസെന്റ് ചെയ്യും. അപ്പ് ക്വാർക്കിനെ ഞാൻ യു എന്ന് റെപ്രസെന്റ് ചെയ്യും, അടുത്തൊരു സെക്ഷനാണേ. നിങ്ങൾ ക്വാർക്ക് എന്ന് കേട്ടിട്ടുണ്ടോ? ക്വാർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോട്ടോൺ ഇല്ലേ, അതുപോലെ ന്യൂട്രോണും ഇല്ലേ. ഈ പ്രോട്ടോണും ന്യൂട്രോണും ഒക്കെ അതിനേക്കാളും ചെറിയ പാർട്ടിക്കിൾസ് ആയ ക്വാർക്കുകൾ കൊണ്ടുണ്ടാക്കിയിരിക്കുന്നു എന്നാണ് നമ്മുടെ അസംഷൻ. അപ്പോൾ പ്രോട്ടോൺ രണ്ട് ടൈപ്പ് ക്വാർക്കാണുള്ളത് മെയിനായിട്ട്. വേറെയുണ്ട് അപ്പ് ക്വാർക്കും ഡൗൺ ക്വാർക്കും. ഏതൊക്കെയാണ്? അപ്പ് ക്വാർക്കും ഡൗൺ ക്വാർക്കും. മെയിൻലി രണ്ട് ടൈപ്പ് ക്വാർക്സ്, അപ്പ് ക്വാർക്കും ഡൗൺ ക്വാർക്കും. അപ്പ് ക്വാർക്കിനെ നമ്മൾ യു എന്നും ഡൗൺ ക്വാർക്കിനെ ഡി എന്ന് റെപ്രസെന്റ് ചെയ്യും. അപ്പ് ക്വാർക്കിന്റെ ചാർജ് എന്ന് പറയുന്നത് +2/3e ആണ്. എന്താണ്? +2/3e. ഡൗൺ ക്വാർക്കിന്റെ ചാർജ് -1/3e ആണ്. ഇ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിന്റെ ചാർജ്, ഫണ്ടമെന്റൽ ചാർജ്. ഇ എന്ന് പറയുന്നത് ഇലക്ട്രോണിന്റെ ചാർജ് എത്രയാ? 1.6 × 10⁻⁻19. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഇലക്ട്രോണിന്റെ ചാർജ് എത്രയാ? 1.6 × 10⁻⁻19 കുളോം. ചാർജിന്റെ യൂണിറ്റ് ആണ് കുളോം.
അപ്പം അത് ഇപ്പം വേണമെന്നില്ല, നമുക്കിത് പറഞ്ഞു പോവാം. അപ്പ് ക്വാർക്ക് എന്തെന്ന് റെപ്രസെന്റ് ചെയ്യും? യു. ഡൗൺ ക്വാർക്ക് എന്തെന്ന് റെപ്രസെന്റ് ചെയ്യും? ഡി. അപ്പ് ക്വാർക്കിന്റെ ചാർജ് എന്താണ്? +2/3. ഡൗൺ ക്വാർക്കിന്റെ ചാർജ് എന്താണ്? -1/3 എന്നാണ്. ഓക്കെ, ഒരു പ്രോട്ടോണിനെ ഉണ്ടാക്കിയിരിക്കുന്നത് 2 അപ്പ് ക്വാർക്കും 1 ഡൗൺ ക്വാർക്കും വെച്ചിട്ടാണ്. 2 അപ്പ് ക്വാർക്കും 1 ഡൗൺ ക്വാർക്കും വെച്ചാണ് ആരെ ഉണ്ടാക്കിയിരിക്കുന്നത്? ഒരു പ്രോട്ടോണിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. ന്യൂട്രോണിനെ ഉണ്ടാക്കിയിരിക്കുന്നത് 1 അപ്പ് ക്വാർക്കും 2 ഡൗൺ ക്വാർക്കും വെച്ചിട്ടാണ്. ഇത് നമ്മൾ ഓർത്തിരിക്കണം. സോ ലിസൺ, protons and neutrons are made of still smaller particles called quarks. There are 2 types of quarks mainly, up quarks and down quarks. Up quark is represented as U, down quark is represented as D. The charge of up quark is +2/3, the charge of down quark is -1/3e. Then a proton is made of 2 up quarks and 1 down quark. A neutron is made of 1 up quark and 2 down quarks. Don't forget, once again, protons and neutrons are made of still smaller particles called dash quarks. Which are the 2 quarks, 2 types of quarks? Up quark and down quark. Then up, what is the representation of up quark? U. What is the representation of down quark? D. What is the charge of up quark? +2/3e. What is the charge of down quark? -1/3. Say the constituents of proton. A proton is made of 2 up quarks and 1 down quark. What is the constant of neutron? A neutron is made of 1 up quark and 2 down quark. Don't forget. Then, അപ്പോൾ 2 പ്രോട്ടോൺസ് തമ്മിൽ ഫോഴ്സ് ഉണ്ട് എന്ന് പറയുമ്പോൾ പ്രോട്ടോൺസിന്റെ അകത്തുള്ള ആര് തമ്മിലാണ് ഇന്ററാക്ഷൻ വരിക? ഈ ക്വാർക്ക് തമ്മിലല്ലേ അവിടെ ഇന്ററാക്ഷൻ വരിക? ക്വാർക്ക് ഇന്ററാക്ഷൻ is now considered as a fundamental force. അപ്പോൾ ഓർത്ത് വയ്ക്കുക. എന്നാലും ഫണ്ടമെന്റൽ ഫോഴ്സിന്റെ കാറ്റഗറീസ് പറയുമ്പോൾ നമ്മൾ പറയാറില്ല. സി, there is force between 2 protons. മനസ്സിലായി? പക്ഷെ പ്രോട്ടോണിന്റെ അകത്ത് ആരാണ് ഇരിക്കുന്നത്? ക്വാർക്കാണ് ഇരിക്കുന്നത്. അപ്പൊ 2 പ്രോട്ടോൺസ് തമ്മിൽ ഇന്ററാക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതുകൾക്കകത്തിരിക്കുന്ന ക്വാർക്ക് തമ്മിലാണ് ഇന്ററാക്ഷൻ. ഈ ക്വാർക്ക് ഇന്ററാക്ഷൻ ഈസ് നൗ കൺസിഡേർഡ് ആസ് എ fundamental force. Quark interaction is now considered as a fundamental force. ഓർത്ത് വെച്ചോണം, quark interaction is now considered as a fundamental force. Then അപ്പൊ 2 ക്വാർക്ക് തമ്മിൽ ഇന്ററാക്ഷൻ ഉണ്ട്. അപ്പൊ അവർക്കിടയിൽ എന്തോ കൈമാറ്റം ചെയ്യുന്നു. ആ കൈമാറ്റം ചെയ്യുന്ന സാധനത്തിന്റെ പേരാണ് ഗ്ലൂഓൺസ്. എന്താണ് പേര്? ഗ്ലൂഓൺസ്. അപ്പൊ ക്വാർക്ക് ഇന്ററാക്ഷൻ ഈസ് ഡ്യൂ ടു ദ എക്സ്ചേഞ്ച് ഓഫ് ഡാഷ്. എന്താണ്? ഗ്ലൂഓൺസ്. അപ്പൊ ഞാൻ ചോദിക്കാം, നിങ്ങൾ ആൻസർ പറയാൻ. Which are the 2 types of quarks? Up quark and down quark. What is the representation of up quark? U. What is the representation of down quark? D. What is the charge of up quark? +2/3. What is the charge of down quark? -1/3e. Then give the constituents of proton. 1 proton is made of 2 up quarks and 1 down quark. Then 1 neutron is made of 1 up quark and 2 down quarks. Then see, there is force between 2 protons means there is interaction between 2 protons means there is interaction between quarks inside. See, quark interaction is now considered as a fundamental force. It is due to the exchange of dash gluons. Then what is the charge of electron? What is the charge of electron? 1.6 into 10⁻⁻19 coulomb. The unit, SI unit of charge is coulomb. മറക്കരുത്, ചാർജിന്റെ SI യൂണിറ്റ് ഏതാണ്? കൂളോം. മറക്കരുത്. what is the charge of electron? 1.6 into 10⁻⁻19 coulomb. ബൈ ഹാർട്ട് ചെയ്യേണ്ട വാല്യൂസ് ആണ്.